കാലങ്ങളിൽ മനുഷ്യർ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നമായിരിക്കും ക്യാൻസർ എന്ന അർബുദ രോഗം. ഹൃദ്രോഗം കഴിഞ്ഞാൽ ഏറ്റവും അധികം പേരുടെ ജീവനെടുക്കുന്ന രോഗമാണ് ക്യാൻസർ. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഈ രോഗമുണ്ടായിരുന്നു. മാരകമായ മുഴ എന്നർത്ഥം വരുന്ന കാർസിനോമ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ക്യാൻസർ എന്ന പദം രൂപപ്പെട്ടത്. ഓരോ വർഷവും ലോകത്ത് ക്യാൻസർ ബാധിതരുടെ എണ്ണം വൻതോതിൽ കൂടി വരികയാണ്. 2050 ആകുമ്പോഴേക്കും ക്യാൻസർ ബാധിക്കുന്ന പുരുഷന്മാരുടെ എണ്ണവും മരണനിരക്കും കുതിച്ചുയരുമെന്നാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ജേർണലിലാണ് ഇത് സംബന്ധിച്ച പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 2022 മുതൽ 2050 വരെയുള്ള കാലഘട്ടത്തിൽ ക്യാൻസർ ബാധിതരാവുന്ന പുരുഷന്മാരുടെ എണ്ണം 84%, ക്യാൻസർ മരണനിരക്ക് 93% വർദ്ധിക്കുമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. 185 രാജ്യങ്ങളിലായി നടത്തിയ പഠനത്തിൽ 30-ലധികം തരത്തിലുള്ള ക്യാൻസറുകൾ വിശകലനം ചെയ്താണ് പഠനവിധേയമാക്കിയത്. 2020 നടത്തിയ ഗവേഷണത്തിൽ ലോകത്ത് സ്ത്രീകളെക്കാൾ 43% കൂടുതൽ പുരുഷന്മാരിലാണ് അർബുദം ബാധിച്ചതായി കണ്ടെത്തിയതെന്ന് CBS ന്യൂസ് ചീഫ് മെഡിക്കൽ കറസ്പോണ്ടന്റ് ഡോക്ടർ ജോൺ ലാപ്പോ പറഞ്ഞു. 2050 ആകുമ്പോഴേക്കും ക്യാൻസർ ബാധിച്ചു മരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വൻതോതിൽ ഉയരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ക്യാൻസർ ബാധിതരാവുന്നവരുടെ എണ്ണം വരും വർഷങ്ങളിൽ 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് നേരത്തെയും പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2050 ആകുമ്പോഴേക്കും അർബുദ രോഗികളുടെ എണ്ണം 77% വർദ്ധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിവർഷം 35 ദശലക്ഷത്തിലധികം ക്യാൻസർ ബാധിതരുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 115 രാജ്യങ്ങളിലെ സ്ത്രീകളിലും പുരുഷന്മാരിലും നടത്തിയ സർവേയിലായിരുന്നു കണ്ടെത്തൽ. ജനസംഖ്യാ വർധനവ്, വായു മലിനീകരണം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പുകയിലയുടെയും മദ്യത്തിന്റെയും ഉപയോഗം, അമിതവണ്ണം ഇതെല്ലാം ക്യാൻസർ നിരക്ക് കൂടാൻ കാരണമാകുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളിലും ക്യാൻസർ ബാധിതരുടെ നിരക്ക് ഇരട്ടിയായി വർദ്ധിക്കുമെന്നും പഠനം പറയുന്നു. അമിത മദ്യപാനവും പുകവലിയും പുരുഷന്മാരിൽ ക്യാൻസർ നിരക്ക് കൂടാൻ ഒരു പ്രധാന കാരണമായി പഠനം വ്യക്തമാക്കുന്നുണ്ട്. പുകവലി നിർത്തുന്നത് ഒരു പരിധിവരെ ക്യാൻസർ സാധ്യത കുറയ്ക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യസമയത്ത് പരിശോധനകൾ നടത്താത്തതും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിൽ രോഗം കൂടാൻ ഒരു കാരണമാകുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്യാൻസർ രോഗങ്ങളിൽ 1/3 ശരിയായ ആരോഗ്യ പരിപാലനം വഴി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ശരിയായ ജീവിതശൈലി കൊണ്ടുവരിക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദിവസേനയുള്ള വ്യായാമം, ജങ്ക് ഫുഡ് ഒഴിവാക്കിയുള്ള ഭക്ഷണ രീതികൾ, പരിസ്ഥിതി മലിനമാകാതെ സൂക്ഷിക്കുക, പുകവലി ഒഴിവാക്കുക, അമിത മദ്യപാനം നിയന്ത്രിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ക്യാൻസറിനെ പടിക്ക് പുറത്തു നിർത്താൻ സാധിക്കും. മാത്രമല്ല, കൃത്യമായ പരിശോധനകളും പ്രാരംഭഘട്ടത്തിൽ അസുഖത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടുന്നതിനും ഏറ്റവും പ്രധാനമാണ്.